എല്ലാവർക്കും എസ് ബി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അതെങ്ങനെയെന്ന് നോക്കാം. ഒരു 4 ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞെടുത്തത്, അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലവർ, 2 ടീസ്പൂൺ മൈദപ്പൊടി ഇളക്കി കൊടുക്കുക. ചൂടായിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറേശ്ശെ ഓരോ ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് 2 പ്രാവശ്യമായിട്ട് വറുത്ത് കൊണ്ടിരിക്കണം. അപ്പോഴാണ് നല്ലപോലെ മുരിഞ്ഞ് വരികയുള്ളൂ. ഇന്നമാതിരി പൊടികളൊക്കെ ഇട്ടിട്ട് കുഴച്ച പാടന്നെ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇടണം, അല്ലെങ്കിൽ വെള്ളമായി പോകും. ആദ്യ ഭാഗം കുറച്ച് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരിയെടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം ഒന്നും കൂടി എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുക. അപ്പം നല്ലപോലെ മുരിഞ്ഞ് വരും. ആദ്യം വറുത്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം വറുത്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈ ആണ് ഇത്. നമുക്കിതിലേക്ക് ഒന്നും കൂടി ഇട്ട് വറുത്തെടുക്കുക. അപ്പോഴേ നല്ലപോലെ മുരിഞ്ഞിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ് ആയ പോലെ ഇരിക്കും. ഇത് പെട്ടെന്ന് കളറും മാറി നല്ല മുരിഞ്ഞ് വരും. നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഒക്കെ നല്ലപോലെ കളറ് വന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത്രയും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഫ്രഞ്ച് ഫ്രൈ. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.